നാളെ വേറെ വ്ളോഗ് നടക്കുന്നു. 2 വ്ളോഗും വരും. 2 വ്ളോഗേഴ്സ്. ഞങ്ങളെ കൊണ്ട് ഇവർക്ക് തോറ്റ്. നിങ്ങൾക്ക് ഏത് ചെക്കനാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറയണം. നമുക്ക് ഇന്ന് പോണ വഴി കുറേ കളക്ഷൻ എടുക്കാം. അതെ ചേച്ചിയുടെ ചായക്കട. മലേഷ്യയിൽ വന്നിട്ട് ചേച്ചിയുടെ ചായക്കട. ഹായ് ഗായ്സ്. ഹലോ ഹായ്. മലേഷ്യക്കാണ് ഗൈസ്. എല്ലാരും ഉണ്ട് ഗൈസ്. എല്ലാരും ഉണ്ട്. സെറ്റ് അടിച്ച് ബാഗ് കൊടുക്കാം. എല്ലാരും പറ്റില്ല. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിരിക്കുന്നു. നോക്കിക്കോ, നമ്മൾ എയർപോർട്ടിൽ എത്തിയിരിക്കുന്നു. അത് നമ്മൾ എവിടെയാണ്? എവിടെയാണ്? ഇന്റർനാഷണൽ. എല്ലാരും വിശന്നിരിക്കണേണ്. ക്ലബ് സുലൈമാനി ചിക്കൻ ബർഗർ കഴിക്കാം ഗൈസ്. ദോശ എങ്ങനെയുണ്ട് സ്നേഹം? എങ്ങനെയുണ്ട് ഗൈസ്? നല്ല സൗണ്ട് കടിക്കണേ. നല്ല ദോശ. വെയിറ്റിംഗ് ആണ്. എന്തെന്നാ കമ്പനിയെ കുറിച്ച് മോശമായിട്ട് സോഷ്യൽ മീഡിയയിൽ പറയാൻ പാടില്ല. ബിസിനസ്മാൻ. പക്ഷെ കുറെ ഇവിടെ വന്നപ്പോ കറക്റ്റ് ഇൻഫർമേഷൻ കിട്ടിയില്ല. അത് കിട്ടിയിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ടി വന്നു. കുറെ ഓടിച്ചു വിട്ടു. ഇല്ല അങ്ങോട്ട് ചേഞ്ചൊക്കെ ഗേറ്റ് ചേഞ്ച് വന്നു. അങ്ങനെ കുറെ ഓടിച്ചായിരുന്നു. ഞങ്ങൾ ഇവിടെ 5Bയിൽ വെയിറ്റിംഗ് ആണ്. എല്ലാവരും 5 മണിക്കൂറായതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കണം. ഗൈസ് എനിക്ക് മാത്രം വേറെ സീറ്റാണ്. അപ്പോൾ എൻ്റെ മാത്രം ആദ്യം കയറ്റി വിട്ട് അവരെയൊക്കെ അവിടെ നിർത്തിയേക്കണേണ്. ഞാൻ സോൺ 2 ആണ്, അവർ സോൺ 3 ആണ്. പിന്നെ എൻ്റെ സീറ്റ് 29 അവർ 11 ആണ്. അപ്പോൾ ഇങ്ങനെ പോണേണ്. തണുത്തിട്ട് വയ്യ. ഇത് ഇനി എന്താ കാട്ടാൻ പോണേ എനിക്കറിയില്ല. ഹായ് ഗൈസ്. ഹായ്, ഗുഡ് മോർണിംഗ്. കണ്ടു. നമ്മളവിടെ എത്തി. അവളുടെ പാക്കേജുകാരായിട്ട് മീറ്റ് ചെയ്തു. മലേഷ്യൻ എയർപോർട്ടിലാണ് ചിക്കൻ തൂക്കിയിട്ടേക്കണം. അടിപൊളി ചിക്കൻ. കുറേ കടകൾ എന്ന് പറഞ്ഞാൽ കുറേ കടകൾ, ചെനമ്പ് എല്ലാം ഉണ്ട്. സ്റ്റിക്കായിരിക്കും, ചോപ്പ് സ്റ്റിക്ക്. ആ ശരിയാട്ടാ ഗൈസ്. നമ്മളെ തട്ടിക്കൊണ്ടുപോകാൻ പോണ വാനാണ്. ടെമ്പററി റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇപ്പം ഈ റൂമിലോട്ട് കൊണ്ടുവന്നേ. അതായത് നമ്മൾ താമസിക്കാൻ വേണ്ട റൂമല്ല, അത് ചിക്കൻ ടൈം 3 o'clock ആണ്. അപ്പോൾ ഒരു ടെമ്പററി ആയിട്ടൊരു റൂമിലോട്ടാണ് കൊണ്ടുവന്നേക്കാം. ചെറിയ റൂമാണ്, പക്ഷേ നല്ല ഭംഗിയുണ്ട്. ലഞ്ചിന് ചെക്ക് ഇൻ ചെയ്തതിന് ഇത്രയുമാണ് സ്പേസ് ഉള്ളൂ. AC ഉണ്ട്, പക്ഷേ എല്ലാ സെറ്റപ്പും ഉണ്ട്. എല്ലാ സെറ്റപ്പും ഉണ്ട്. കാണണില്ല. നമ്മളത് റൂമിൽ ഇനി 2 മണി വരെ റെസ്റ്റാണ്. സ്നേഹാമിൽ അപ്പുറത്ത് കിടപ്പുണ്ട്. ഇനി 2 മണിക്ക് പോയിട്ട് ഫുഡ് കഴിക്കണം. എന്നിട്ട് നമ്മുടെ ശരിക്കുള്ള റൂമിലോട്ട് പോകണം. അവിടെ നമുക്ക് കാണാം. യെസ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഇപ്പോൾ ഇവിടെ ഒരു 1:45 2 മണിയായി.
അപ്പം അതങ്ങനെ ഈ ഫുഡ് കഴിക്കാൻ പോണേണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് ഞങ്ങൾ പോണേണ്. ഞങ്ങളുടെ ശരിക്കുള്ള റൂമിലൂടെ ഞങ്ങൾ വെക്കേറ്റ് ചെയ്ത് പോകും. ഫുഡ് കഴിക്കാൻ പോകാനായിട്ട് സ്നേഹമേ റെഡിയായി എണീറ്റു. ഷൂ ഒക്കെ ഇടണമായിരുന്നു. എല്ലാ സെറ്റ് ഓൾ സെറ്റ്. യെസ്, ഞങ്ങൾ പോണേണ്. ഇതാണ് ഒരു സെറ്റപ്പ്. പുറത്തുനിന്ന് ഇങ്ങനെയാണ് വേണ്ട, പക്ഷേ അതൊന്ന് അടിപൊളിയാണ്. ഇതേ ഞങ്ങളൊന്ന് പോയി ഒരു 3 സ്റ്റാർ സെറ്റപ്പാണ്. പക്ഷെ റൂമൊക്കെ ചെറിയ സ്പേസിൽ നല്ല സെറ്റപ്പ്. 6 അതെ ശ്രേയപ്പൻ്റെയൊക്കെ റൂമിലോട്ട് പോകണേ ഞങ്ങൾ. ഇപ്പം അതെ അർസുവിൻ്റെ ശ്രേയപ്പൻ്റെ റൂമിൽ വന്നു. ഇവർക്ക് വ്യൂ ഉണ്ട്, ഞങ്ങൾക്ക് വ്യൂ ഇല്ലായിരുന്നു. അയ്യോ കൊള്ളാം. ഓക്കെ പോവാ, ഫുഡ് കഴിക്കാം. ഇവിടെ വേറെ വ്ളോഗ് നടക്കുന്നു. 2 വ്ളോഗും വരും. 2 വ്ളോഗേഴ്സ്. ഞങ്ങളെ കൊണ്ട് ഇവർക്ക് തോറ്റ് ഫുഡ് കഴിക്കണം. ഓക്കെ, ഇതുണ്ട ബസ് സ്റ്റോപ്പ് അടിപൊളിയാണല്ലേ ഇവിടുത്തെ. ഈ കൊറിയൻ സിനിമയിൽ കാണുന്ന പോലത്തെ ബസ് സ്റ്റോപ്പുകളാണ് ഇവിടെ നമ്മൾ വന്ന വഴിയിലൊക്കെ കണ്ടത്. ഓക്കെ ഗൈസ്, ലെറ്റ്സ് ഗോ. പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ ഇവിടെ പെട്രോൾ പമ്പിൻ്റെ അവിടെ സൂപ്പർ മാർക്കറ്റ്. മലേഷ്യയിൽ സെൽഫ് കൊള്ളാം, അടിപൊളി. ഗൈസ് നല്ല ചെക്കന്മാരൊക്കെ പോണുണ്ട് ഗൈസ്. നിങ്ങൾക്ക് ഏത് ചെക്കനെയാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറയണം. നമുക്ക് ഇന്ന് പോണ വഴി കുറേ കളക്ഷൻ എടുക്കാം. നമ്മുടെ ഒരു ബൈക്കിനെ അങ്ങോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു പോലീസ് ഓഫീസറാന്ന് പറഞ്ഞാൽ പുള്ളിയും കൊള്ളാം. ഓ ഗൈസ്, അവൻ ഫുഡ് കഴിക്കാൻ സ്ഥലം തപ്പണയാണ്. നമുക്കൊന്നും അറിയില്ല. നമ്മളെ കൂടെ വന്നൊരു മുമ്പിൽ പോകുന്നുണ്ടാവില്ല, പുറകെ അങ്ങ് പോവാം. ഓക്കെ ഗൈസ്, ലുക്ക് ഇത് കഴിഞ്ഞ് വേണം ഡ്രസ്സൊക്കെ വാങ്ങാനായിട്ട്. ജസ്റ്റ് പല്ലേച്ചു ഓൾ സെറ്റ് ഷോർട്ട് ടൂൾ. ആ അതെ ചേച്ചിയുടെ ചായക്കട. മലേഷ്യയിൽ വന്നിട്ട് ചേച്ചിയുടെ ചായക്കട. മലേഷ്യ വന്ന് ചേച്ചിയുടെ ചായക്കട. പിന്നെ താഴെ ചായക്കട. നാളെ നമ്മൾ ഫുഡ് കഴിക്കണത് ഗൈസ്. ഇത്രയും മലേഷ്യയിൽ വന്നിട്ട് സമ്മതിക്കണം നമ്മളാ. നമ്മൾ മലയാളി ഫുഡാണ് കഴിക്കുന്നത് ഗൈസ്. ഇതെന്താണെന്ന് എനിക്കറിയില്ല. ഊണാന്ന് തോന്നണം. ചേച്ചിയൊക്കെ ഉണ്ടെന്ന് ഇവിടെ. നമ്മളവിടെ ഒരു സാധനം എഗ് മയോ ചീസ് സാൻഡ്വിച്ച്, ചോക്ലേറ്റ് കേക്ക്. മമ്മി ഉണ്ടാക്കരുതെന്ന് പറഞ്ഞേക്കൊണ്ടുകൊണ്ട് ഞാൻ ഇപ്പം ഉണ്ടാക്കാത്തത്. കേക്ക് മമ്മി പണ്ടേ എൻ്റെ നിരോധിച്ചതാണ്. ഇനി ഞാൻ പഠിച്ചിട്ടേ അത് ഉണ്ടാക്കാനുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഈ കടയിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കാം. ഓക്കെ ഗൈസ്, മെനു ഒക്കെ ഒന്ന് നോക്കാം. ഒന്ന് തിരിച്ചേ ഗൈസ്. ചേച്ചിയും മസാല ചായക്ക് 3.5 രൂപ. റിങ്കറ്റാണ്. ഓൺലി 350. അപ്പം എത്ര രൂപ വരും? 70 രൂപ ഒരു ചായക്ക്. രാവിലെ ഒരു 120 രൂപയുടെ ചായ സ്വയപ്പം കുടിച്ചായിരുന്നു. പച്ചവെള്ളം എന്ന് അതിനെ പറയാം. ചിക്കൻ വിത്ത് റൈസ്. ചേട്ടനെ മലയാളം അറിയില്ല. ഞങ്ങൾ പറയണത് ചേട്ടന് മനസ്സിലാവുള്ള. ഞങ്ങൾ മലയാളത്തിലാണ് പറയുന്നത്. മീൽസ് ഉണ്ടാവാനാ ചിക്കൻ കറി, ചിക്കൻ കറി, പിന്നെ റൈസ്. ഓക്കെ, ഉച്ച കഴിഞ്ഞാണ് ഞങ്ങൾ ഇനി ട്വിൻ ടവർ പിന്നെ മാർക്കറ്റ് അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോകുന്നത്. നമ്മുടെ 5 സ്റ്റാർ ഹോട്ടലിലേക്കാണ് നമ്മുടെ ഹോട്ടൽ. ഇവിടെ 4 people 2 ക്യാമറ. അപ്പൊ നമ്മ 4 ഊണല്ലേ പറഞ്ഞ. 4 ഊണും ചിക്കൻ കറിയാണ്. 2 ചിക്കൻ കറി. അതിനൊപ്പം ഉണ്ടെന്ന് പറയുന്നത് വെജിറ്റബിൾസ് ഒക്കെ കോംബോ ഉണ്ട്. അങ്ങനെ ഇത് കഴിഞ്ഞ് നമ്മളിനി 5 സ്റ്റാർ ഹോട്ടലിൽ പോകുന്നു, പൂളിൽ പോകുന്നു, ജിമ്മൊക്കെ ഉണ്ട്.
ഇവരെ കൊണ്ട് നമുക്ക് ഭയങ്കര ശല്യമുള്ളൂ ഗൈസ്. നമ്മുടെ വ്ളോഗ് എടുക്കാൻ ടൈം സമ്മതിക്കുന്നില്ല. യുനോ അത് കഴിഞ്ഞ് നമുക്ക് ട്വിൻ ടവറിൽ പോവാം, പിന്നെ മാർക്കറ്റിൽ പോവാം. ഓക്കെ ഓക്കെ ബൈ ബൈ. പറ്റാത്തതുകൊണ്ട് അതിന്റെ ഊഹം അതിന്റെ ഉണ്ണ അത് മാത്രമേ ഞാൻ കഴിക്കണുണ്ട്. ഇന്നലെ ചിക്കൻ കഴിച്ച, ഇപ്പൊ ഇന്ന് റൈസും പച്ചക്കറിയുമാണ്. ചിക്കൻ ചോറൊന്നും ഒരുപാടുണ്ടല്ലോ. ക്വാണ്ടിറ്റി ഇവിടെ എല്ലാ ഫുഡ് പറഞ്ഞാലും ക്വാണ്ടിറ്റി ഭയങ്കര കുറവല്ലേ. റേറ്റിൽ ചിക്കനൊന്നുമില്ല. അതെ അതെ നല്ല റേറ്റ് ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ളവർ ഇത്ര കഴിക്കാറുള്ളൂ എന്നാണ് തോന്നുന്നത് അല്ലേ. മലേഷ്യയില് കേരള ഫുഡിന് റേറ്റ് കൂടുതലായിരിക്കും എല്ലാ ഫുഡിനും. ചോറും കറിയും പക്ഷെ രാത്രി കണ്ടോ നമുക്കിപ്പോ അന്വേഷിച്ച സമയമില്ല. റൈസ് നോക്കി വേറെ ടൈപ്പ് വ്യത്യാസമുണ്ട്. എനിക്ക് തോന്നുന്നത് സൂഷിയിലൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ റൈസാണ്. ഇതുകൊണ്ട് എനിക്ക് പറ്റില്ല, തികയില്ല. വേപ്പിനൊന്നും ആവൂല ഇത്. ഗുഡ് ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. പക്ഷേ മധുരമുണ്ട്. അതാണ് മധുരം. പിന്നെ സാമ്പാറും ഇതൊക്കെ ഒരു മതി. നമ്മ ഫുഡ് കഴിച്ച് സങ്കടത്തോടെ കഴിച്ചിറങ്ങിയത്. ഇപ്പൊ ഞങ്ങൾ കൺവീനിയൻസ് സ്റ്റോറിലോട്ട് പോണേ എന്തെങ്കിലുമൊക്കെ നല്ലത് മേടിക്കണം. ഇവിടുത്തെ ഫുഡൊന്നും ആ വെയില് ഭയങ്കര വെയിലായി, നല്ല വെയില്, ഇത്രയും തണുപ്പായിരുന്നു. മഴയായിരുന്നു രാവിലെ. ഇത്ര നേരം 29 റിങ്കറ്റ് 29 റിങ്കറ്റ് അത്രേ ഉള്ളൂ. പക്ഷേ ഫുഡ് നമുക്ക് ഇഷ്ടപ്പെടൂല. വേറെ സ്റ്റൈൽ ഹിന്ദിക്കാരുടെ സ്റ്റൈല്. ഒരു പേടി എല്ലാം ഓർഡർ ചെയ്തിട്ട് കൊള്ളൂലേക്ക് പൈസ പോലെ. അതല്ല സാമ്പാറൊക്കെ ഭയങ്കര മധുരം, എനിക്ക് കഴിക്കാൻ പറ്റുള്ള. റൈസ് വേറെ ഇതേനാ. ഇപ്പൊ കൺവീനിയൻസ് സ്റ്റോറിലെത്തി. ഇവിടുന്ന് എന്തെങ്കിലും ബ്രെഡ് അങ്ങനെ എന്തെങ്കിലും ബണ്ണോ സ്നാക്സ് എന്തെങ്കിലുമൊക്കെ മേടിച്ച് സെറ്റ് ആക്കണം. ഞങ്ങളുടെ കൺവീനിയൻസ് സ്റ്റോറിൽ നിന്ന് ഇറങ്ങി അവിടെ വീഡിയോ എടുക്കാൻ അറിയാമോന്ന് അറിയില്ല, അവിടെ നമുക്ക് വേണ്ടി അവരവിടെ വെയിറ്റ് ചെയ്തിരിക്കണം. വേഗം കുടിക്കും. ഐസ്ക്രീം മേടിച്ചിട്ടുണ്ട്, അത് ഇപ്പൊ കഴിക്കണം. ബാക്കി എല്ലാവരും ഒത്തിരി ചെയ്യണമേ. വേഗം എടുത്തോ, ഐസ്ക്രീം എടുത്തോ. അതെ ഐസ്ക്രീം കഴിക്കാൻ പറ്റിയില്ല ഗൈസ്.